നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിയേക്കാൾ ലാഭം, പരിപാലനം എളുപ്പം, മുട്ട ഉൽപ്പാദനത്തിൽ കേമന്മാരായി കാക്കിക്കാമ്പൽ താറാവുകൾ. കാക്കിക്കാമ്പൽ താറാവുകൾ ഉയർന്ന മുട്ട ഉൽപ്പാദന ശേഷിയുള്ളതും എളുപ്പത്തിൽ പരിപാലിക്കാൻ കഴിയുന്നതുമായ ഇനമാണ്. കാക്കി നിറമുള്ള തൂവലുകളുടെ പ്രത്യേകതയും മുട്ടയിടാനുള്ള കഴിവും ഇവയെ പ്രിയങ്കരമാക്കി മാറ്റുന്നു. വീട്ടുവളപ്പിലും വളർത്താം, മാംസത്തിനും വളർത്താം. കോഴിയേക്കാൾ കൂടുതൽ ഉൽപ്പാദനം നൽകുന്നു. പെട്ടെന്ന് പൊരുത്തപ്പെടുന്നതും കാലാവസ്ഥയെ അതിജീവിച്ച് വ്യത്യസ്ത പരിതസ്ഥിതികളിൽ വളരുന്നവയുമാണ്. മറ്റ് താറാവുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് കുറഞ്ഞ പരിചരണം മതി. മികച്ച തീറ്റ തേടുന്നവയാണിവ. കീടങ്ങളെ സ്വാഭാവികമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനാൽ പ്രാണികൾ, കളകൾ, ഒച്ചുകൾ എന്നിവ തിരയുന്നതിൽ ഇവ ആനന്ദം കണ്ടെത്തുന്നു. ഇവയ്ക്ക് നിശബ്ദത കൂടുതലാണ്. സവിശേഷതകൾ: ശരിയായ പരിചരണമുണ്ടെങ്കിൽ 8 മുതൽ 10 വർഷം ജീവിക്കും. സജീവമായി കഴിയുന്നതും ബുദ്ധിയുള്ളതും സൗഹൃദം പ്രകടിപ്പിക്കുന്നവയുമാണ്. ഇടത്തരം താറാവുകൾക്ക് ഏകദേശം 2.25 കിലോഗ്രാമും ആൺ താറാവുകൾക്ക് 2.5 മുതൽ 3 കിലോഗ്രാം ഭാരവും ഉണ്ടാകും. പെൺ താറാവുകൾക്ക് സാധാരണയായി 1.5 മുതൽ 2.5 കിലോഗ്രാമാണ് ഭാരം. ശരിയായി വളർത്തിയാൽ വർഷത്തിൽ 250 മുതൽ 340 മുട്ടകൾ വരെയും ലഭിക്കും. മുട്ട വെള്ള അല്ലെങ്കിൽ മങ്ങിയ പച്ച നിറത്തിൽ കാണുന്നു. ഭാരം ഏകദേശം 60 മുതൽ 70 ഗ്രാം ഉണ്ടായിരിക്കും. 4.5 മുതൽ 5 മാസം പ്രായത്തിൽ ലൈംഗിക പ്രായപൂർത്തിയിലെത്തും. തുടർന്ന് മുട്ടയിടൽ ആരംഭിക്കും. പരമാവധി 1 മുതൽ 1.5 വർഷം വരെയും ഉൽപ്പാദനം തുടരും. താമസ സൗകര്യം: ആരോഗ്യകരവും ഉൽപ്പാദനക്ഷമവുമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ സുരക്ഷിതവും സുഖപ്രദവുമായ അന്തരീക്ഷം നൽകണം. കൂട്ടിനുള്ളിൽ ഒരു പക്ഷിക്ക് കുറഞ്ഞത് 3 മുതൽ 6 വരെ ചതുരശ്ര അടി സ്ഥലം അനുവദിക്കണം. ശ്വസന പ്രശ്നങ്ങൾ തടയാൻ നല്ല വായു സഞ്ചാരം വേണം. ഭക്ഷണം കണ്ടെത്താനും പരിവേഷണം ചെയ്യാനും ധാരാളം തുറസായ സ്ഥലം ആവശ്യമാണ്. ഒരു പക്ഷിക്ക് കുറഞ്ഞത് 10 മുതൽ 25 ചതുരശ്ര അടിയിലോ അതിൽ കൂടുതലോ സ്ഥലം മുറിക്ക് പുറത്ത് ഓടി നടക്കാൻ വേണം. അവയെ സുരക്ഷിതമായി ഒതുക്കി നിർത്താൻ കുറഞ്ഞത് 90 സെൻറ്റിമീറ്റർ ഉയരമുള്ള വേലി നിർമ്മിക്കണം. താറാവുകൾ ചാടുന്നതിന് പകരം ആടിക്കളിക്കാൻ ഇഷ്ടപ്പെടുന്നതിനാൽ താഴ്ന്ന പ്രവേശന കവാടം നൽകുക. കൂട് വൃത്തിയുള്ളതും വായുസഞ്ചാരമുള്ളതുമാക്കണം. അവയ്ക്ക് സ്വയം വൃത്തിയാക്കാനും ജലാംശം നിലനിർത്താനും വെള്ളത്തിൽ കുളിക്കാൻ സൗകര്യം ഒരുക്കണം. ചെറുതായ പൂളോ കുളമോ മതിയാകും. കാറ്റ്, മഴ, സൂര്യപ്രകാശം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാൻ ഷെഡ് ആവശ്യമുണ്ട്. തറ വരണ്ടതാക്കാൻ വൈക്കോൽ, മരക്കഷണങ്ങൾ, ലിറ്റർ പോലുള്ള ആഗിരണം ചെയ്യുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നിലത്ത് ബെഡ് ഒരുക്കണം. ദഹനത്തിനും മുട്ടയിടുന്നതിനും സഹായിക്കുന്നതിന് എല്ലായ്പ്പോഴും ശുദ്ധജലം ലഭ്യമാക്കണം. ഭക്ഷണം: കുരുന്ന് താറാവുകൾക്ക് ആദ്യ 2 ആഴ്ചയിൽ 20% പ്രോട്ടീൻ അടങ്ങിയ സ്റ്റാർട്ടർ ഫീഡ് നൽകണം. 3 മുതൽ 8 ആഴ്ചയിൽ 16 മുതൽ 18% പ്രോട്ടീൻ അടങ്ങിയ ഗ്രോവർ ഫീഡും 8 ആഴ്ചകൾക്ക് ശേഷം 16% പ്രോട്ടീൻ അടങ്ങിയ ലെയർ ഫീഡും നൽകണം. ഇവ മികച്ച ഫോറേജർമാരാണ്, അതായത് സ്വാഭാവികമായി ആഹാരം തേടുന്നവ. ഇവ പുഴുക്കൾ, കൊതുകിൻ്റെ ലാർവകൾ മുതലായവ തിന്നും. ധാന്യങ്ങൾ, വിത്തുകൾ, ചൂരൽ, മക്കച്ചോളം, ഓട്സ്, അരി തുടങ്ങിയവ കൊടുക്കാം. ചെറിയ അളവിൽ മുന്തിരി, ബ്ലൂബെറി തുടങ്ങിയ പഴങ്ങൾ നൽകാം. മാതള നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ സിട്രസ് ഫലങ്ങൾ ഒഴിവാക്കുക, കാരണം അവ കാൽസ്യം ആഗിരണം തടസ്സപ്പെടുത്തും. അടച്ചിട്ട സ്ഥലത്താണെങ്കിൽ താറാവുകൾക്ക് ഗ്രീറ്റ്, അതായത് ചെറിയ കല്ല് കഷണങ്ങൾ നൽകണം. ഇത് ആഹാരം ദഹിപ്പിക്കാൻ സഹായിക്കുന്നു. ശ്വാസ തടസ്സത്തിനും ചോക്കിങ്ങിനും സാധ്യതയുള്ളതിനാൽ സ്ക്രാച്ച് ഫീഡ് ഒഴിവാക്കുക. പകരം ക്രംബിൾ അല്ലെങ്കിൽ പെല്ലറ്റ് രൂപത്തിലുള്ള ഫീഡ് ഉപയോഗിക്കുക. കുഞ്ഞുങ്ങൾക്ക് എല്ലായ്പ്പോഴും ഫീഡ് ലഭ്യമായിരിക്കണം. പ്രായപൂർത്തിയായവർക്ക് പ്രതിദിനം 2 തവണ രാവിലെയും വൈകുന്നേരവും കൊടുത്താൽ മതി. ചോറ്, ഗോതമ്പ്, മക്കച്ചോളം, ഓട്സ്, കാബേജ്, ചെറുതായി അരിഞ്ഞ പച്ചക്കറികൾ, മീൻപൊടി അല്ലെങ്കിൽ പൊട്ടിച്ച കടല, ഇലകൾ, ചെറു കീടങ്ങൾ, പുഴുക്കൾ മുതലായവ സ്വാഭാവികമായി ഭക്ഷണമായി നൽകാം. ജീവകങ്ങളും ധാതു ലവണങ്ങളും അടങ്ങിയ മിശ്രിതം ആഴ്ചയിൽ 2-3 പ്രാവശ്യം വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക. കാൽസ്യം മുട്ടയിടുന്ന താറാവുകൾക്ക് ആവശ്യമാണ്. പെട്ടെന്ന് പൊരുത്തപ്പെടുന്നതും കാലാവസ്ഥയെ അതിജീവിച്ച് വ്യത്യസ്ത പരിതസ്ഥിതികളിൽ വളരുന്നവയുമാണ് ഇവ. ലഭ്യത: കർണാടകയിൽ ഹസർകട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ഡക്ക് ബ്രീഡിംഗ് ഫാമിൽ താറാവ് കുഞ്ഞുങ്ങളെ ലഭിക്കും. മുൻകൂട്ടി ബുക്ക് ചെയ്യണം. പിന്നീട് 3 മാസം കാത്തിരിക്കണം. വിരിയിക്കാനുള്ള മുട്ടകൾക്ക് 20 ദിവസവും 1 ദിവസം പ്രായമായ ആൺ പെൺ നിർണ്ണയിക്കാത്ത ഒരു കുഞ്ഞിന് 25 രൂപയും നിർണ്ണയിച്ചതിന് 250 രൂപയുമാണ് ഇപ്പോഴത്തെ വില. വിരിയിക്കാനുള്ള മുട്ട ഒന്നിന് 17 രൂപയും ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ട്രെയിൻ വഴി എത്തിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പൂവൻ പിട വ്യത്യാസം: പൊതുവെ ഇളം അടിവയറും ഇരുണ്ട കാക്കിത്തവിട്ട് നിറത്തിലുള്ള തലയുള്ളവയുമാണ് ആൺ താറാവുകൾ. കാക്കിത്തവിട്ട് നിറമുള്ളതോ ചിലപ്പോൾ പച്ച കലർന്നതോ ആയ നിറത്തിൽ കാണുന്നു. പച്ച കലർന്ന തലയുണ്ട്. വാലിൽ ഒരു ചുരുണ്ട തൂവൽ ഉണ്ടായിരിക്കാം. പിടകളേക്കാൾ അല്പം ഭാരം കൂടിയതാണ്.
പെൺ താറാവുകളിൽ കാക്കി തവിട്ട് നിറത്തിലുള്ള തൂവലുകൾ ഒരേപോലെ ഉണ്ടായിരിക്കും. വാൽ തൂവലുകളിൽ ചുരുണ്ട ഡ്രോക്ക് തൂവൽ ഇല്ല. അല്പം ഭാരം കുറഞ്ഞതാണ്. പെൺ താറാവുകൾ സാധാരണയായി ഉച്ചത്തിൽ കൂടുതൽ വ്യത്യസ്തമായി ശബ്ദം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഈ താറാവുകളെ മേടിച്ച് വളർത്തിയാൽ ലാഭകരമാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.